ഹായ് ഇന്ന് എന്താ മച്ചുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ പാട് ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ പാട് ഹാപ്പി ബർത്ത്ഡേ ആണ് അല്ലേ മച്ചുവിന് എന്താ വേണ്ട മച്ചുവിന് എന്താ വേണ്ട ചായ ചായ വേണ്ട മച്ചുവിന് മച്ചുവിന് കുപ്പായി കാണിച്ചു കൊടുത്താ എവിടെ കുപ്പായി ഇതാ കുപ്പായി ഉണ്ട് കുപ്പായി ഇതിൻ്റെ പിന്നിൽ എഴുത്തൊക്കെ ഉണ്ട് എഴുത്തൊക്കെ കാണിച്ചു കൊടുത്താ പിന്നിക്കിരിന ആ മച്ചൊരു കുപ്പായി കണ്ടില്ലേ മച്ചുവാ ചൂച്ച എവിടെ മച്ചുന് ചൂച്ചിതാ മച്ചുന് ചൂച്ചുണ്ട് മച്ചൊരു വണ്ടി എടുത്തു വണ്ടി ഇടല്ലേ ഓ മച്ചുന് എത്ര വയസ്സാ തികീണ് 2 പറ 2 എത്രയാണ് 2 വയസ്സായിക്കാണ് മച്ചന് 2 വയസ്സാകുകയാണ് കേട്ടോ അപ്പോൾ മോനുവിന് സ്കൂൾ വിട്ട് വന്നിട്ട് ആണ് ഞങ്ങൾ പരിപാടിയൊക്കെ ഉണ്ടാക്കിയിട്ടോ പരിപാടി പറഞ്ഞാൽ അത്ര വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പുറത്ത് ഇവർ രണ്ടുപേരും ഇവിടെ അടുത്തുള്ള എല്ലാ കുട്ടികളുടെ പരിപാടിക്കും പോകലുണ്ട് കേട്ടോ അപ്പോൾ അവരെപ്പോഴും ചോദിക്കലുണ്ട് മച്ചുവിൻ്റെ ബർത്ത്ഡേ എന്നാണ് അപ്പോൾ അങ്ങനെ പോലെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ പാർക്ക് പോയിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെയുള്ള ഒരു പാർക്കാണ് കേട്ടോ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പോലും കുറച്ച് നേരമൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ മച്ചുവിന് ചായ മുക്കിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ചായ കുടിക്കാനുള്ള ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു ആൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ത് വേണമെന്ന് ചോദിച്ചാലും ചായ വേണമെന്നേ ആദ്യം പറയുള്ളൂ അധികമൊന്നും ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ചായ കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു കുട്ടികൾക്ക് ചായ കൊടുക്കാനേ പാടില്ല എന്താ ഈ കുട്ടിക്ക് ഇങ്ങനെ ചായ കൊടുക്കണേന്ന് ചായ ഇത്ര ചായ കേട്ടോ കുടിക്കുള്ളൂ പക്ഷെ ഇത് മൊത്തം അവന് വേണം കേട്ടോ നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മളെ കൊണ്ട് പിന്നെയും മേടിപ്പിക്കും കേട്ടോ നമ്മൾ ഫുഡ് എല്ലാം റെഡിയാക്കിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് നമ്മളൊക്കെ റെഡിയാക്കി പോയത് കാരണം നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വന്നിട്ട് കുട്ടികൾ വരാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫുഡൊക്കെ റെഡിയായിരുന്നു നമ്മൾ രാവിലെ ഉച്ചക്കാട്ടോ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ വിളിക്കാം അപ്പോൾ പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവ് ആക്കണമല്ലോ റിദിമ പൂരനാമ്പത്തോ ആ അപ്പോൾ മനസ്സിലായില്ലേ പേര് ഇതന്നെ പേര് അറിയില്ല അതുകൊണ്ട് അവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ഇത് അൻഷര ഇത് പട്ടാൽ ഇത് ഞങ്ങളെ ക്യൂട്ട് അൻഷര ഇത് റിദ്ദിമ ഞാൻ റിദ്ദിമാന്നേ വിളിച്ചോളൂ അമൻ മോനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ ഇവിടെ എല്ലായിടത്തും രാത്രി തന്നെയാണ് പരിപാടി ഉണ്ടാകാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ രാത്രി ഒരു 8 മണിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മച്ചുവിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും ചെറിയ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടാണ് വന്നിരുന്നത് ആരും വെറും കൈ കൊണ്ടൊന്നും വന്നില്ല കേട്ടോ ഇനി കുട്ടികൾ മാത്രമേ വന്നിരുന്നുള്ളൂ വലിയവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കേക്ക് കട്ടിയതിന് മുന്നേ ആദ്യം ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടോ പെൻസിൽ റബ്ബർ അടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മച്ചു അത് എൻ്റെ കയ്യിൽ മാത്രമേ തരുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തരുമ്പോൾ അവൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇത് അവർ തിരിച്ചു വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നായിരുന്നു അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരെയും കൊണ്ടും ഗിഫ്റ്റൊക്കെ കൊടുപ്പിച്ചു പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യണതിൻ്റെ പരിപാടിയൊക്കെ ഒരുങ്ങി കേട്ടോ ഇപ്പോൾ കുട്ടികളെ മാത്രം എന്താ വിളിച്ചിരിക്കണത് രക്ഷിതാക്കളെ എന്താ വിളിക്കാത്തതെന്നൊന്നും വിചാരിക്കരുത് കാരണം എന്താ വെച്ചാൽ അവരാരും അങ്ങനെ വരില്ല കേട്ടോ കുട്ടികളെ അങ്ങനെ പറഞ്ഞയൊക്കെ ചെയ്തത് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്കൊക്കെ കൊടുക്കണ തിരക്കായിട്ടോ പിന്നെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളവരായിരുന്നു ഇപ്പോൾ കുട്ടികളല്ലേ എല്ലാവർക്കും തമ്മിൽ കൊടുക്കണം അവസാനം മച്ചുവിന് വേണ്ടാന്നായിട്ടോ പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കൊടുത്തു പിന്നെ നമ്മൾ ഫുഡ് ഇവിടെ വെച്ചിട്ടല്ല കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവരവർക്ക് വേണ്ട ഫുഡ് അവർ വീട്ടിലേക്ക് കൊടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ അവർ മോനുവിൻ്റെ ബർത്ത്ഡേ എന്താണെന്നൊക്കെ ചോദിച്ചു അവരൊക്കെ പുതിയ ശരിക്കും പറഞ്ഞാൽ മോനുവിൻ്റെ ബർത്ത്ഡേ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞാൻ മച്ചുവിൻ്റെ ആണെന്ന് ഇങ്ങനെ ചോദിക്കുമെങ്കിലും അച്ചുവിൻ്റെ ആണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബർത്ത്ഡേ ആണ് വരുമുണ്ടോ എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുതിയ മോനുവിൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരോട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ നമ്മുടെ അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അവർക്കൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തു ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അവർക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അവർ ഇവിടെ നിന്ന് ഇരുന്ന് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ ഇവിടെ നിന്നിട്ട് തന്നെ കഴിച്ചു അപ്പോൾ പിന്നെ അവർക്ക് ഫുഡ് ഇവിടെ ഇപ്പോൾ ബർത്ത്ഡേയുടെ സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക പോഹ പറയും നമ്മൾ ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബേല് ഉണ്ട് അതൊക്കെ കേട്ടോ കൊടുക്കൽ അപ്പോൾ നമ്മൾ ഫുഡാട്ടോ നമ്മൾ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം കുട്ടികൾക്ക് മാത്രം ഇവിടുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാണ് കുട്ടികളിപ്പോൾ എന്താ പറയുക കുട്ടികൾ ചിലപ്പോൾ കഴിക്കുകയൊന്നുമില്ല
ഇവർ അങ്ങനെ റൈസ് കഴിക്കാത്ത ആൾക്കാരാണല്ലോ, ചപ്പാത്തി ഇതൊക്കെ അല്ലേ കഴിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് എല്ലാവർക്കും ഉള്ള ഫുഡ് നമ്മൾ വീട്ടിലേക്കാട്ടോ കൊടുത്തയച്ചത്. നമ്മൾ വിചാരിച്ച ആൾക്കാരല്ലാത്ത ബാക്കി കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവർ വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവർ വന്നപ്പോൾ അവർക്കുള്ള ഫുഡും വീട്ടിലേക്കൊക്കെ കൊടുത്തയച്ചു കേട്ടോ. പിന്നെ മച്ചുവിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ഈ കാണുന്നത്, അതൊക്കെ പൊളിച്ചു. മച്ചു അതുകൊണ്ടുള്ള കളിക്കും തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ അപ്പോൾ പോയപ്പോൾ അവർക്കിപ്പോൾ ബലൂണ്, നമ്മൾ വീട്ടിലുള്ള ബലൂണൊക്കെ അവർ കണ്ടപ്പോൾ ബലൂണ് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേയുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അതിൽ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.